അപ്പൊ ഷൈൻചാന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അപ്പുറത്ത് ഷൈൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ലൗഡാ പുള്ളി അങ്ങനെയാണ് ക്യാരക്ടർ ആകുമ്പോഴത്തേക്കും പുള്ളി സ്വിച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആ വ്യത്യാസം ഭയങ്കര എവിഡന്റ്. ഇനി മുമ്പോട്ട് എത്തരം കഥാപാത്രങ്ങൾ എടുക്കാനാണ് താല്പര്യം ചലച്ചിങ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എടുക്കാൻ അങ്ങനെയല്ല. എനിക്ക് ബേസിക്കലി എന്റെ ആ പ്ലോട്ടിനകത്ത് എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഉണ്ടാവണം. പ്ലെയിൻ ക്യാരക്ടർ ആവരുത് എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. ഇപ്പൊ എന്റെ കരിയർ വെച്ചിട്ട് ഇപ്പൊ ഒരു 5000 സ്ക്രിപ്റ്റ് എന്നിട്ട് അതിന് ചൂസ് ചെയ്യാൻ അങ്ങനെ ഇല്ല. എനിക്ക് വരുന്ന സിനിമകളിൽ അതിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനിക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ഞാൻ ചൂസ് ചെയ്യും. ഇപ്പൊ ലീഡ് സിനിമകൾ വരുന്നുണ്ട്, അല്ലാതെ വരുന്നുണ്ട്, വില്ലൻ പരിപാടി വരുന്നുണ്ട്. ഇപ്പൊ എന്ത് വന്നാലും നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നതാണ്. ആ സ്റ്റേജിൽ ഞാൻ ഇത്രയും ചെയ്ത് വന്നത് കൊണ്ട് എനിക്ക് സമയമായി. ഇനി അങ്ങോട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനാണ് താല്പര്യം. ചൂസ് ചെയ്യല്ല ഞാൻ ബേസിക്കലി എനിക്ക് വരുന്നതിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത്. എനിക്ക് വരുന്നത് കുറവാണ്. അപ്പൊ ആ വരുന്നത് ഫിനിക്സിന് ശേഷം കമ്പാരിറ്റീവ്ലി എനിക്ക് കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നു ഫിനിക്സ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ പ്ലേസ് ചെയ്യേണ്ട എവിടെയാണെന്നുള്ളതിന് ഒരു കൺഫ്യൂഷൻ ഉണ്ടായി കാണാം. അല്ലെങ്കിൽ വേറെ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം. പക്ഷെ വരുന്നതിൽ ഞാൻ നല്ലത് എടുക്കാൻ സാധ്യതയുള്ളൂ. ചിലപ്പോൾ ഇനി ഞാൻ ഒട്ടും എനിക്കൊരു നല്ലൊരു സിനിമ ഇപ്പം വേണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഒരു എനിക്ക് ഇഷ്ടപ്പെടാൻ സ്ക്രിപ്റ്റ് ഒന്നും അത് എടുക്കില്ല. അതിൽ കാര്യമില്ല. കോംപ്രമൈസ് ചെയ്ത് അഭിനയിച്ച സിനിമകളുണ്ട്, ഇല്ലാന്നല്ല. നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഡയറക്ടറിന്റെ ഒരു വിഷയം ഉണ്ടായിരിക്കും, നമുക്ക് തോന്നുന്ന ഒരു അടുപ്പമായിരിക്കും ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. നമ്മളെ അതൊരു മോശം സിനിമയാണെന്ന് വിചാരിച്ചല്ല ചെയ്യുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ബി എ ഹ്യൂജ് സക്സസ് എന്നൊക്കെ നമുക്ക് തോന്നാം.